ശുചേണ്ണാണ് എൻ്റെ കൽബ്, ശുചേണ്ണാണ് എൻ്റെ കൽബിൻ്റെ ഉള്ളിൽ ഉണ്ട മുന്തിരി തേങ്ങ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആളാണ്. ഫസ്റ്റ് പറ്റുകയാണെങ്കിൽ ആ വീടും സ്ഥലവും അച്ഛാ ആൻഡ് ഫിറോസ്ക വാങ്ങും. രേണു കുറച്ച് ഉൾപ്പുണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കും. രേണു സുധിക്കെതിരെ ഇട്ട ബിഷപ്പിന്റെ വീഡിയോയ്ക്ക് ഞാൻ മെൻഷൻ ചെയ്ത വീഡിയോ ഇട്ടില്ലേ? ബിഷപ്പ് അല്ലേ ബിഷപ്പാമ്പ്. അത് തന്നെ ഞാൻ പറഞ്ഞ ആ ബിഷപ്പ് ഇന്നലെ ആ സ്ഥലത്ത് ബിഷപ്പ് അല്ലേ ചേച്ചി, ബിഷപ്പാമ്പ്. എന്തായാലും പാമ്പ് ഇപ്പം രേണു സുധീനെ കയറ്റി അങ്ങ് കൊത്തിരിക്കുകയാണ്. ഇന്നലെ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ഡിസ്കഷൻ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. മേ ബി ഇന്നും അതിൻ്റെ 1, 2, 3, 4 വീഡിയോസ് വന്നിട്ടുണ്ട്. ആസ് യൂഷ്വൽ ഞാൻ ഇന്നും ലേറ്റാണ്. പക്ഷെ ലേറ്റ് ആയാലും ഇങ്ങനൊരു നല്ല സന്തോഷ വാർത്ത കാണുന്ന സമയം സംസാരിക്കാണ്ടിരിക്കാൻ നമ്മളെ കൊണ്ടാവുമോ? അതുകൊണ്ട് ഞാൻ എടുക്കുന്നൊരു വീഡിയോ ആണ്. ഫൈനലി വിഷപ്പാമ്പ് നല്ല ആഞ്ഞങ്ങ് നല്ല അന്തസായങ്ങ് കൊത്തിരിക്കുകയാണ്. കൊത്ത് ഏകദേശം ഏറ്റില്ലേ എന്നുള്ളത് വരും ദിവസങ്ങളിലൊക്കെ നമുക്ക് കണ്ടറിയാം. എനിവേ എന്തായാലും എൻ്റെ ഇന്നത്തെ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളാരും മറക്കണ്ട. സോ നമുക്ക് ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. എന്താണ് ഇന്നത്തെ വിഷയം? ഞാൻ ഒരു 5-6 യൂട്യൂബേഴ്സ് എന്ന് വെച്ചാൽ ഇതുപോലെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന 5-6 യൂട്യൂബേഴ്സിൻ്റെ ചാനലെടുത്ത് നോക്കിയപ്പം എല്ലാവരുടെയും ഒരു ഡിസ്കഷൻ ഇതായിരുന്നു. ഭയങ്കര വെറൈറ്റി തംബ്നെയിൽ, എല്ലാവർക്കും ഭയങ്കര റീച്ച്, കമൻറ്റ് സൈഡിലൊക്കെ ഭയങ്കര സപ്പോർട്ട്. ഒരു 95% ഓഫ് ആൾക്കാരും കമൻറ്റ് സൈഡിൽ പൊളിച്ച് എന്ന് പറഞ്ഞിട്ട് അങ്ങ് ആഘോഷിക്കുകയാണ്. ആഘോഷ രാവാണ് എന്നൊക്കെ തോന്നുന്ന പോലെയാണ്. അപ്പോൾ വിഷയം എന്താണെന്ന് വെച്ചാൽ നന്ദികേടിനൊരു ലിമിറ്റ് അച്ഛൻ കൊണ്ടുവന്നേക്കാണ്. അപ്പം ഫിറോസിക്ക പാവം ഇൻസ്റ്റഗ്രാമിൽ ഒരു ലൈവോ അല്ലെങ്കിൽ ഒരു ഫോട്ടോൻ്റെയും വീഡിയോൻ്റെ താഴെ ഒരു കമൻറ്റൊക്കെ ഇട്ടാണ് പോകുന്നതെങ്കിൽ അച്ഛന് ഒരു ലിമിറ്റ് ഉണ്ടല്ലോ. കാരണം ഒന്നും ചെയ്യാണ്ട് ഏതോ സൈഡിൽ കൂടെ പോയിക്കൊണ്ടിരുന്ന അച്ഛൻ. ഇപ്പോൾ ഫിറോസിനെ കുറ്റം പറയുന്നതിന് മേ ബി വീടിൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നങ്ങളുണ്ട് എന്ന് കരുതാം. ഇതിനൊന്നും നിൽക്കാണ്ട് ആ വീട് ഉണ്ടാക്കാനുള്ള ഒരു 7 സെൻറ്റ് സ്ഥലം കൊടുത്തിട്ടുള്ള അച്ഛൻ, ഒരു തെറ്റും ചെയ്യാത്ത അച്ഛൻ്റെ തലേൻ്റെ മുകളിലും കയറിയിട്ടും ഇവർ ഈ കുതിര കളിക്കാൻ തുടങ്ങി. അപ്പോൾ അച്ഛൻ ഇങ്ങനെ മിണ്ടാണ്ട് നിന്നെങ്കിലും അച്ഛന് മനസ്സിലായി ഇവർ നന്ദികേടല്ല, അതിലും കൂടിയ തരത്തിലുള്ള ഒരവസ്ഥയിൽ കൂടെ കടന്നു പോകുന്ന ആൾക്കാരാണ്. സോ നാം എന്തിനിത് സഹിക്കണം, ഇത് സഹിച്ചത് കൊണ്ട് എനിക്ക് എന്തുവാ ഗുണം എന്ന് മനസ്സിലായതോടുകൂടി അച്ഛൻ കരുതി ടൈം ടു റിയാക്ട്. അങ്ങനെ അച്ഛൻ നൈസായിട്ട് നമ്മുടെ രണാസുനയ്ക്കും രണാസുനയുടെ കൂട്ടുകാരിയായിട്ടുള്ള സജിന എന്ന് വെച്ചാൽ രണേൻ്റെ കൂടെ നിൽക്കുമ്പോൾ കൂട്ടുകാരി പിന്നിൽ നിന്ന് കുത്തുന്ന സജിനയ്ക്കും നല്ലൊരു മുട്ടൻ പണി കൊടുത്തേക്കുകയാണ്. അത് മുട്ടൻ പണി എന്ന് വെച്ചാൽ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള നല്ല ലീഗൽ പണിയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഏകദേശം നമ്മൾ രേണുസുധി ചേച്ചിയുടെ വീടിൻ്റെ കാര്യത്തിലൊക്കെ ഒരു തീരുമാനമാവും. അപ്പം ഞാൻ ആദ്യം തന്നെ നമുക്ക് ആ സാധനങ്ങൾ വിശദീകരിച്ചൊന്നും വായിക്കുന്നില്ല. എനിക്ക് ഉറപ്പാണ് നിങ്ങളെല്ലാവരും ഇത് വായിച്ച് കേട്ടിട്ടുണ്ടാവും. എന്നാലും മെയിൻ കുറച്ച് കാര്യങ്ങൾ വായിച്ചിട്ട് നമുക്ക് വേറെ 2 വീഡിയോയിലോട്ടും കൂടെ പോകണം. സോ ഗൈസ് നോക്കാം. സോ 3 പാരഗ്രാഫ് ഉള്ളതാണ്. ആദ്യത്തെ പാരഗ്രാഫ് ഞാൻ പ്രത്യേകിച്ച് വായിച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം കൊല്ലം സുധിയുടെ ഭാര്യയായിട്ടുള്ള രണ സുധി അവരുടെ അവസ്ഥയും സാഹചര്യവും മനസ്സിലാക്കിക്കൊണ്ട് ക്ലയൻ്റ് ആയിട്ടുള്ള ബിഷപ്പ് അവർക്ക് വീട് വെക്കാൻ വേണ്ടി ഒരു പെർട്ടിക്കുലർ സ്ഥലം എവിടെ കൊടുക്കുകയാണോ അതൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. തിരിക്കോടിത്താനം വില്ലേജ് ആയിട്ട് കൊണ്ടുപോയി ചങ്ങനാശ്ശേരി സ്ഥലം കൊടുക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവിടെ ഫസ്റ്റ് പാരഗ്രാഫ് വരുന്നത്. ഞാൻ ഓൾറെഡി ഈ ഒരു ക്ലിപ്പ് വേറൊരു വീഡിയോയിൽ നിന്ന് സ്ക്രീൻഷോട്ട് അടിച്ചതാണ്. അപ്പോൾ അവരും മൈന്യൂട്ടായി വെക്കുന്നതുകൊണ്ട് എനിക്ക് അത്ര ക്ലിയർ ആയിട്ട് ഇത് കാണുന്നില്ല. അപ്പോൾ എന്തായാലും ലെറ്റ്സ് ഫൈൻ. അതാണ് ഫസ്റ്റ് പാരഗ്രാഫ്. സെക്കൻഡ് പാരഗ്രാഫിലാണ് ദറ്റ് യുവർ എൽഡർ സൺ ആൻഡ് യുവർ ഫ്രണ്ട് ഹാവ് ബീൻ പബ്ലിഷിംഗ് derogatory and fallacious video defaming my client so as to cause damage to the reputation of my client among the right-thinking members of the society. You have also been publishing false claim regarding the lay and facilities of my client property with the intention to depreciate its value. The above content on your part is not only unwarranted but also contrary to law. അപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്നത് അച്ഛൻ പറഞ്ഞ ഈ കേസ് പ്രകാരം പറഞ്ഞത് കിച്ചു എന്ന് വെച്ചാൽ മൂത്ത മകനായിട്ടുള്ള കിച്ചു, പിന്നെ രണാസുനൻ്റെ സുഹൃത്ത്, അതെനിക്ക് തോന്നുന്നു സജിനയാണ് എന്ന്. ഇവർ 3 പേരും അച്ഛൻ അഗെയിൻസ്റ്റ് നല്ല രീതിയിൽ നെഗറ്റീവ് സ്പ്രെഡ് ചെയ്യുന്ന രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്ന് വിളിച്ചു പോകുന്നുണ്ട്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഫാദർ ബിഷപ്പ് എന്ന് പറയുന്നത് ഒരു അച്ഛൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന ഒരു മനുഷ്യനാണ്.
അപ്പം അച്ഛൻ എന്ന് പറഞ്ഞാൽ പള്ളിയിലച്ഛൻ. രേണുസുതി എന്ന് പറയുന്ന വ്യക്തി 24 മണിക്കൂറും പള്ളിയിൽ പോകുന്നതും പ്രാർത്ഥിക്കുന്നതൊക്കെ റീലിടുന്നുണ്ട്. അപ്പോൾ ആ അച്ഛൻ ബിഷപ്പ് എന്ന് പറയുമ്പോൾ ആളുടെ ഒരു പൊസിഷൻ എന്താണ്, അല്ലെങ്കിൽ ആൾക്ക് കൊടുക്കേണ്ട ഒരു റെസ്പെക്റ്റ് എന്താണെന്നുള്ളതൊക്കെ അറിയാം. ഇപ്പം ഞാനൊരു ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ വരുന്ന ആളാണെങ്കിൽ നമ്മളൊക്കെ ഒരു ഫാദറിനെയൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര റെസ്പെക്റ്റാണ്. പക്ഷേ ആ ഒരു റെസ്പെക്റ്റ് പോലും കാണിക്കാണ്ട് ഞാൻ സ്റ്റാർട്ടിങ്ങിലിട്ട വീഡിയോ പോലെ നല്ല രീതിയിൽ നിങ്ങളും നിങ്ങളുടെ സുഹൃത്തും കൂടെ സോഷ്യൽ മീഡിയയിൽ പല വീഡിയോസ് ഇട്ടുകൊണ്ടിട്ട് ഈ ഫാദറിനെ നല്ല രീതിയിൽ നാണം കെടുത്തുന്ന പരിപാടി നിങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് കിച്ചുവിൻ്റെ പേരിലൂടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് എനിക്കറിയില്ല. കിച്ചു ഫാദറിനെ പറ്റി ഇങ്ങനെ പറഞ്ഞതായിട്ടുള്ള ഒരു വീഡിയോ ഞാൻ പേഴ്സണലി കണ്ടിട്ടില്ല. അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല. എന്തായാലും ഇപ്പോൾ കറൻ്റ്ലി കിച്ചുയുടെ പേര്, രേണുവിൻ്റെ പേര്, ഇവരെ പേര് പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്തായാലും നിങ്ങൾക്കുള്ള ഒരു ഉണ്ട കിട്ടിയിരിക്കുകയാണ്. 3rd പാരഗ്രാഫിലാണ് ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ പറയുന്നത്. ആൻഡ് നിങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഈസ് അഗെയിൻസ്റ്റ് ദ ലോ എന്ന രീതിയിലൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് 3rd പാരഗ്രാഫ്. സോ പിന്നത്തെ ഒരു പാരഗ്രാഫിലെ ഒരു മെയിൻ കണ്ടന്റ് വായിക്കാം. The entire action on your part is an act of defamation which is a civil wrong and a criminal offense. Therefore, I hereby call upon you to desist from making any further defamatory video against my client, as well as to remove all such video from social media within a period of 7 days. Failing which, take notice that appropriate criminal proceeding shall be initiated against you along with the civil proceeding seeking suitable compensation, as well as my client will take all the measure legally possible so as to get the gift deed cancelled. Needlessly to say, at your cost and consequence, and take notice. ഫൈനലി അച്ഛൻ അങ്ങ് പൊളിച്ചു. 7 ദിവസം കൊണ്ട് അച്ഛൻ അഗെയിൻസ്റ്റ് ഇട്ടിട്ടുള്ള എല്ലാ വീഡിയോസും റിമൂവ് ചെയ്യണം. റിമൂവ് ചെയ്തില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക? ഇതൊരു ക്രിമിനൽ ഒഫൻസ് ആയതുകൊണ്ട് തന്നെ ലീഗലി അച്ഛൻ മൂവ് ചെയ്യും. ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും. ഇത് ചെയ്തതിൻ്റെ ഭാഗമായി കോമ്പൻസേഷൻ ഉണ്ട്. അതിലുപരി അച്ഛൻ ഗിഫ്റ്റായി കൊടുത്തിട്ടുള്ളൊരു സാധനം എന്ന രീതിയിലാണ് ഇപ്പോൾ സംഭവം പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ രേണുസുധീനെ സംബന്ധിച്ച് സിമ്പിൾ. കൊണ്ടുപോയിക്കോ, എനിക്ക് എന്തിനാണ്? കാരണം ഇയാളുടെയൊക്കെ സ്ഥലത്തിലും അയാളുടെയൊക്കെ വീട്ടിലും നിന്നതാണ് എനിക്ക് ഇമ്മാതിരി വിഷയമായെന്ന് പറഞ്ഞ് രേണു കളയും. കാരണം രേണു ഇപ്പോൾ ഫെയിമായി, പബ്ലിസിറ്റി ആയി, ഇൻ്റർവ്യൂസ് ആയി, ഇനാഗ്രേഷനായി, ഫോറിൻ രാജ്യങ്ങളിൽ പോകുന്ന ട്രിപ്പുകളായി, ഇനി വേറെ എവിടെ UK പോകുന്നുണ്ട് എന്നൊക്കെ ഞാൻ കേട്ടിരുന്നു. വലിയ സെറ്റപ്പായി. ഇപ്പോൾ രേണുവിന് വേണമെങ്കിൽ പുഷ്പം പോലെ വേണ്ട എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കിയിട്ട് രേണുവിന് എന്ത് ചെയ്യാം? വേറൊരു വീടെടുത്ത് നിൽക്കും. രേണുവിൻ്റെ സൈഡിൽ നിന്ന് അത് മാത്രമേ പ്രതീക്ഷിക്കുന്നുള്ളൂ, അല്ലാണ്ട് വേറൊരു സാധനം ഞാൻ പ്രതീക്ഷിക്കില്ല. കാരണം രേണുവിൻ്റെ ആദ്യത്തെയൊക്കെ രേണുവിൻ്റെ ചില ഇൻ്റർവ്യൂ പീസൊക്കെ ഞാൻ ഈ സൈഡിൽ വെക്കാം. ഞാൻ ആ വോയിസ് ഒന്നും കൊടുക്കുന്നില്ല. ആ മുഖമൊന്നും നിങ്ങൾ കണ്ടു നോക്ക്. അത്രയ്ക്ക് വിഷമവും സങ്കടവും സഹിച്ചു കൊണ്ട് നിന്നൊരു രണാസുനി ആയിരുന്നു. ആ രണാസുനി ഇതിൽ നിന്ന് മാറി ഇപ്പം അങ്ങ് തീ പറകുന്ന രണാസുനിയായി മാറിയിട്ടുണ്ട്. അത് ഞാൻ ഈ സൈഡിൽ കൊടുക്കാം. അപ്പോൾ രേണുവിനെ സംബന്ധിച്ച് ഇതൊന്നും ഒരു വിഷയമല്ല. പക്ഷേ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട, അല്ലെങ്കിൽ നിങ്ങൾ ആലോചിക്കേണ്ട, അല്ലെങ്കിൽ ജനങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾക്ക് പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾ ജീവിക്കുക. എൻ്റെ വീഡിയോയിൽ എനിക്കത് പറയുന്നതിൽ പുച്ഛം തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ അത്രയ്ക്ക് അർഹതപ്പെട്ടിട്ടുള്ള ആൾക്കാർക്ക് മാത്രം കൊടുക്കുക. ആ ഫ്ലവേഴ്സിൻ്റെ സ്റ്റേജിൽ വന്നിട്ടും ആ ക്യാമറയുടെ മുമ്പിലൊക്കെ ഉണ്ടായിരുന്ന ആ കരച്ചിലും ആ ഡ്രാമയും അഭിനയവും എന്നൊക്കെ തന്നെ പറയണം. ഇതൊക്കെ കണ്ടിട്ടാണ് പല വ്യക്തികളും പല കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഈ ചെയ്തു കൊടുത്ത വ്യക്തികൾക്കൊക്കെ പുല്ല് വില കൊടുക്കുന്ന ഇവരുടെ ഒരു മെൻറ്റാലിറ്റീനെ കുറിച്ചാണ് ഞാൻ ആലോചിക്കുന്നത്. പബ്ലിക്കായിട്ട് സോഷ്യൽ മീഡിയയിൽ വന്ന് നിന്നൊരു ഫാദറിനെ വിഷം എന്ന് പറയാൻ തോന്നുന്ന ഇവരുടെ ഒരു മൈൻഡും ഇവരുടെ ഒരു ബുദ്ധിയും ആലോചിച്ച് നോക്ക്. ഇവരിൽ ഞങ്ങളുടെ ഏറ്റവും വലിയ നെഗറ്റീവ് എന്താ അറിയോ? ബുദ്ധി വിവരം എന്ന് പറഞ്ഞൊരു സാധനം ഇവർക്ക് അടുത്തു കൂടെ പോയിട്ടില്ല. എവിടെ എങ്ങനെ സംസാരിക്കണം, എന്ത് പറയണം, ഏത് രീതിയിൽ ഡീൽ ചെയ്യണം എന്നൊരു തിരിച്ചറിവ് ഇവർക്കില്ല. ഇവരെ കൂടെ നിൽക്കുന്ന, ഇവരെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ആൾക്കാർക്ക് ആ ബുദ്ധി പോലും ഇല്ല എന്നാണ് ഞാൻ പറയുന്നത്. കാരണം കൂടെ നിൽക്കുന്ന സപ്പോർട്ട് ചെയ്യുന്ന ഏതെങ്കിലും ഒരാൾ നല്ലൊരു കാര്യം പറഞ്ഞു കൊടുക്കുക നമ്മുടെ കൂടെ ലൈഫിൽ വേണ്ടേ? അതുപോലും ഇല്ലാത്ത ആൾക്കാരാണ് ഈ രേണുസുധീൻ്റെ കൂടെ ഉള്ളത്. അതാണ് ഇപ്പോൾ ഈ കൂട്ടുകാരി വന്ന് കളിച്ചത് കൊണ്ടാണ് ഇപ്പം ഇമ്മാതിരി ഒരു പണി രേണുസുധിക്ക് കിട്ടിയിട്ടുള്ളത്. ഇല്ലെങ്കിൽ ഇത്രയും കാലമായിട്ട് ഇങ്ങനെ എന്തെങ്കിലും ഒരു സാധനം രേണുസുധിക്ക് അഗെയിൻസ്റ്റ് ഉണ്ടായിരുന്നോ? അപ്പം അതും കൂടെ വന്നു. അതിൻ്റെയും കൂടെ കുറവേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാനതാ പറയുന്നത്, സെലക്ട് ചെയ്യുമ്പോൾ നല്ലതിനെ സെലക്ട് ചെയ്യുക, അല്ലാത്ത ഈറ്റിങ്ങളെയൊക്കെ ഒന്ന് മാറ്റി വെക്കുക. ആൻഡ് ഇനി കൂടെ നിൽക്കുന്ന സമയത്ത് നിങ്ങൾ കുറച്ച് നല്ലത് പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുക. അല്ലാണ്ട് അയാളെ നശിപ്പിക്കാൻ വേണ്ടി കൂടെ നിൽക്കരുത്. കാരണം നമ്മൾ ഒരാളെ നശിപ്പിച്ചാൽ തിരിച്ച് നിങ്ങളും നശിയും എന്നുള്ളത് ഒരു തോട്ട് വേണം.
സജ്ന വന്നിട്ട് ഇമാതിരി ഇതുണ്ടായതുകൊണ്ടാണ് ഇപ്പോൾ ഈ സ്ഥലം പോയത്. രേണുവിന് പുഷ്പം പോലെയാണെങ്കിലും ആ കുട്ടികൾക്ക് ഈ സ്ഥലം ആവശ്യമല്ലേ? കുട്ടികൾക്ക് ഈ സ്ഥലം ആവശ്യമല്ലേ? കുട്ടികൾക്ക് ഇനിയും ഈ ലോകത്ത് ജീവിക്കണ്ടേ? ഞാൻ അടുത്തൊരു വീഡിയോ കാണിച്ചു തരാം. എന്താ അത് ഏതോ ഒരു മനുഷ്യൻ്റെ ഇവിടെ വെച്ച് കിടക്കുന്നത്. ചിലപ്പോൾ ഇത് പെണ്ണായിരിക്കും, ചിലപ്പോൾ ഇത് സുഹൃത്തായിരിക്കും, ചിലപ്പോൾ 2 ദിവസം കഴിയുമ്പോൾ ഇതൊന്ന് സോഷ്യൽ മീഡിയയിൽ ഡിസ്കഷനായാൽ ഞാൻ എൻ്റെ സുഹൃത്ത് ഭവാനീൻ്റെ കൂടിയാണ് കിടന്നേന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇപ്പോൾ വരും. അല്ല ഞാൻ ആരുടെ നെഞ്ചിലും ഇതാണ് രേണുവിൻ്റെ സ്വഭാവം. കൊല്ലം സുധി ചേട്ടാ, സുചേട്ടനല്ലാണ്ട് എനിക്ക് ജീവിക്കാൻ വയ്യ, സുചേട്ടനാണ് എൻ്റെ അവലൂസുണ്ട്, സുചേട്ടനാണ് എൻ്റെ കരളിൻ്റെ കഷ്ണം കൽബ് എന്ന് പറഞ്ഞ രേണുസുതിയാണ് ഇമാതിരി പരിപാടി കാണിക്കുന്നത്. കണ്ടില്ലേ നിങ്ങൾ? നാളെ മറ്റന്നാൾ ഇവരൊക്കെ തള്ളി പറയില്ല എന്നുള്ളത് നമുക്ക് എന്തു പറയാൻ പറ്റും? അവർക്കുള്ള സ്ഥലമായിരുന്നു, അതാണിപ്പോൾ അവർ നഷ്ടപ്പെടുത്തിയിട്ടുള്ളത്. ഞാനതാ പറഞ്ഞ, എല്ലാവരും എല്ലാ കാലവും അടിപൊളിയായിട്ടൊന്നും നിൽക്കൂല. എപ്പോഴെങ്കിലുമൊക്കെ ലൈഫിൽ ഒരു തകർച്ച വരും. ആ തകർച്ച വന്നു കഴിയുമ്പം അറ്റ്ലീസ്റ്റ് കൈ പിടിക്കാൻ ഏതെങ്കിലും ഒരു മനുഷ്യൻ നമ്മുടെ കൂടെ വേണം. അതുപോലും ഇല്ലാത്തൊരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ ഈ രേണുസുതി കടന്നു പോകുന്നതെന്നാണ് എനിക്ക് പേഴ്സണലി പറയാനുള്ളത്. കാരണം ഫോർ ദ ഫസ്റ്റ് ടൈം ഞാൻ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒക്കെ ഒരു സാധനം കേൾക്കുന്നത്. ഒരു വീട് കൊടുത്തതിൻ്റെ പേരിൽ ഇമാതിരി ഡിസ്കഷൻ, ഇമാതിരി പ്രശ്നങ്ങൾ. ഇപ്പോൾ വീട് കൊടുക്കുന്നത് തന്നെ വെറുത്തു പോയിട്ടുണ്ട്. മേ ബി വീഡിയോ കാണുന്നത് നിങ്ങളെല്ലാവരും കയറി ഇപ്പോൾ കമൻ്റ് ഇടും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എന്ന് കൊടുത്ത വീടാ. ഈ വീടിനെ പറ്റി ഇപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ട് കിടക്കുന്നത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ഈ രേണുസുതി തന്നെയാണ്, അല്ലാണ്ട് ഞങ്ങളല്ല. ഇവർ ഈ പറയുന്നതുകൊണ്ടാണ് ഞങ്ങൾ എടുത്തിട്ട് ഈ നന്ദികേടനെ പറ്റി പറയുന്നത്. എന്തായാലും അച്ഛൻ ആ സ്ഥലം വാങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇനി എനിക്ക് പറയാനുള്ള കാര്യം എന്താ പറയുക, രേണുവിന് കുറച്ച് ഉളുപ്പുണ്ടെങ്കിൽ ആ സ്ഥലവും ആ വീടും അങ്ങ് കൊടുക്കുക. ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറയാം, ആ സ്ഥലവും വീടും അച്ഛനും ഫിറോസും ഏറ്റുവാങ്ങണം. വളരെ ഡിസേർവിങ് ആയിട്ടുള്ള ഒരു മനുഷ്യന് ആ സ്ഥാനം അങ്ങ് തിരിച്ചു കൊടുക്കണം. അവരത് എടുത്തിട്ട് അവരാ വീടായി കൊണ്ടു നടക്കും. രേണുവിന് ഇഷ്ടമുള്ളത് പോയി. അങ്ങനെയാണെങ്കിൽ തന്നെ രേണുവിന് ഒരുവിധ ഹേറ്റും പോവും, ഇവർക്ക് ഇവരുടെ പ്രശ്നവും പോവും. ഇനി ഒരു പഴഞ്ചൊല്ലുണ്ടായി, ഞാൻ പറയുന്നില്ല. സോ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ് ബൈ.